ഹലോ എവ്രി വൺ, വെൽക്കം ടു ശ്രുതീസ് spharmaworld. ഇനി ഞാൻ സംസാരിക്കുന്നത് കോവിഷീൽഡിനെ കുറിച്ചാണ്. ഒരുപാട് മുഖവുരയില്ലാതെ ടോപ്പിക്കിലോട്ട് കടക്കാം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ആസ്ട്രാസെനേക്ക എന്നറിയപ്പെടുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയും ചേർന്ന് ഡെവലപ്പ് ചെയ്ത ഓക്സ്ഫോർഡ് ആസ്ട്രാസെനേക്ക COVID-19 വാക്സിനാണ് കോവിഷീൽഡ് എന്ന പേരിൽ എന്ന ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്നത്. COVID-19 ഇൻഫെക്ഷ്യസ് ഡിസീസിന് എഗെയിൻസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു വൈറൽ വെക്റ്റർ വാക്സിനാണ് കോവിഷീൽഡ്. വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് മാനുഫാക്ചറേഴ്സ് ആയ പൂനെ ബേസ്ഡ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കോവിഷീൽഡ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. വാക്സിൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു ബയോളജിക്കൽ പ്രിപ്പറേഷൻ ആണ്. ഒരു പെർട്ടിക്കുലർ ഇൻഫെക്ഷ്യസ് ഡിസീസിന് എഗെയിൻസ്റ്റ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ കഴിവുള്ള ഒരു ബയോളജിക്കൽ പ്രിപ്പറേഷൻ ആണ് വാക്സിൻ. ആ ഇൻഫെക്ഷ്യസ് ഡിസീസ് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിന് റിസംബ്ലൻസ് ഉള്ള ഒരു ഏജന്റ് നമ്മുടെ വാക്സിൻ പ്രിപ്പറേഷനകത്ത് ഉണ്ടായിരിക്കും. ഈ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുകയോ ഇനാക്ടിവേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ വീക്കൻ ചെയ്യുന്നതോ വഴി ആ മൈക്രോ ഓർഗാനിസത്തിനെ തന്നെ എടുത്തോ അതുമല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ടോക്സിനോ മൈക്രോ ഓർഗാനിസത്തിന്റെ സർഫസിൽ കാണുന്ന പ്രോട്ടീൻസോ റിസപ്റ്റേഴ്സോ ഒക്കെ എടുത്താണ് വാക്സിൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുകയോ ഇനാക്ടിവേറ്റ് ചെയ്യുകയോ വീക്കൻ ചെയ്യുകയോ ചെയ്തിട്ടാണ് നമ്മൾ വാക്സിൻ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ ആ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഈ വാക്സിൻ എടുക്കുന്നത് മൂലം നമുക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഒട്ടുമേ ഇല്ല. ആ ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വാക്സിനകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിന് റിസംബ്ലൻസ് ഉള്ള ആ ഏജന്റിനെ ഒരു ത്രെട്ടായി മനസ്സിലാക്കുകയും അതിനെ കില്ല് ചെയ്യുന്നതിന് ആവശ്യമായ സ്പെസിഫിക് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞു വാക്സിൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് ഇൻഫെക്ഷൻ ആണോ ആ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ആ മൈക്രോ ഓർഗാനിസത്തിന് റിസംബ്ലൻസ് ഉള്ള ഒരു ഏജന്റ് വാക്സിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വാക്സിനകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിന് റിസംബ്ലൻസ് ഉള്ള ആ ഏജന്റിനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു ത്രെട്ടായി മനസ്സിലാക്കുകയും അതിന് എഗെയിൻസ്റ്റ് അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിന് ആവശ്യമായ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അതിനെ കില്ല് ചെയ്യുന്നു. ഇനി ഫ്യൂച്ചറിൽ ഈ സെയിം ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുള്ള സമയത്ത് നമ്മുടെ ഈ ആന്റിബോഡീസ് ഉണ്ടല്ലോ, ആ ആന്റിബോഡീസ് ഈ മൈക്രോ ഓർഗാനിസത്തിനെ കൃത്യമായി റെക്കഗ്നൈസ് ചെയ്യുകയും അതിനെ കില്ല് ചെയ്യുകയും ചെയ്യും. ഇതാണ് വാക്സിനേഷൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. COVID-19 കാരണമായ ആ വൈറസിനെ നിങ്ങൾ മറന്നു കാണില്ല, SARS-CoV-2 വൈറസ്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. നമ്മുടെ ഓക്സ്ഫോർഡ് ആസ്ട്രാസെനേക്ക വാക്സിനകത്ത്, അതായത് കോവിഷീൽഡ് വാക്സിനകത്ത് ഇനാക്ടിവേറ്റഡ് ആയതോ കിൽഡ് ആയതോ ആയ SARS-CoV-2 വൈറസ് യൂസ് ചെയ്യുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ കോവിഷീൽഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ കോവിഡ് വരുമെന്നുള്ള ആ ഒരു മിഥ്യാധാരണയ്ക്ക് യാതൊരു അർത്ഥവുമില്ല. കോമൺ ഫ്ലൂ കോസ് ചെയ്യുന്ന വളരെ ഹാംലെസ് ആയിട്ടുള്ള അഡിനോ വൈറസ് ജനറ്റിക്കലി മോഡിഫൈ ചെയ്താണ് കോവിഷീൽഡ് വാക്സിൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ അഡിനോ വൈറസ്. ഓക്കെ, അഡിനോ വൈറസിന്റെ സർഫസിൽ ഒരു കോട്ടിംഗ് ഉണ്ടായിരിക്കും, ഒരു കോട്ട് ഉണ്ടായിരിക്കും അഡിനോ വൈറസിന്റെ സർഫസിൽ. പിന്നീട് സർഫസിൽ ധാരാളം സ്പൈക്സ് ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾ വൈറസിന്റെ ഫിഗർ നിങ്ങൾ മുൻപും പലയിടങ്ങളിലുമായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ കാണുന്നതാണ് അഡിനോ വൈറസിന്റെ സ്പെസിഫിക് റിസപ്റ്റേഴ്സ്. ഈ റിസപ്റ്റേഴ്സ് പ്രോട്ടീൻ കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ കൊറോണ വൈറസിന്റെ ഫിഗർ കാണുമ്പോൾ കൊറോണ വൈറസിന്റെ സർഫസിലും ഇതുപോലെയുള്ള സ്പൈക്ക് പ്രോട്ടീൻസ് അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇതാണ് നമ്മുടെ അഡിനോ വൈറസ്. ഈ കാണുന്നത് നമ്മുടെ അഡിനോ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആണ്. ഈ അഡിനോ വൈറസിനെയാണ് നമ്മൾ മോഡിഫൈ ചെയ്ത് റീഡിസൈൻ ചെയ്യുന്നത്. ഓരോ വൈറസിന്റെയും സർഫസിൽ സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഈ റിസപ്റ്റേഴ്സ് പ്രോട്ടീൻസ് കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വൈറസിന്റെ സർഫസിലുള്ള റിസപ്റ്റേഴ്സ് നോക്കിയിട്ടാണ് അതിനെ ഇത് ഇന്ന വൈറസ് ആണ് എന്നുള്ള രീതിയിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോവിഷീൽഡ് വാക്സിന്റെ പ്രിപ്പറേഷനായി നമ്മൾ എടുത്തത് അഡിനോ വൈറസ് ആയിരുന്നു. അഡിനോ വൈറസിന്റെ സർഫസിലുള്ള ആ റിസപ്റ്റേഴ്സിനെ മാറ്റി നമ്മുടെ കോവിഡിന് കാരണക്കാരനായ SARS-CoV-2 വൈറസിന്റെ സർഫസ് റിസപ്റ്റേഴ്സ് എടുത്ത് അഡിനോ വൈറസിന്റെ സർഫസിൽ കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, അങ്ങനെയാണ് അഡിനോ വൈറസിനെ നമ്മൾ റീഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അഡിനോ വൈറസിനെ മോഡിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ അഡിനോ വൈറസിൻ്റെ സെൻറ്ററിൽ അതിൻ്റെ കോറായിട്ടുള്ളത് അഡിനോ വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ തന്നെയാണ്. പക്ഷേ അഡിനോ വൈറസിൻ്റെ സർഫസിൽ കംപ്ലീറ്റ് ഉള്ളത് SARS-CoV-2 വൈറസിൻ്റെ പ്രോട്ടീൻ അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു കോവിഷീൽഡ് വാക്സിൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അഡിനോ വൈറസ് ആയിട്ടല്ല. ഓക്കെ, ആക്ച്വലി അതിൻ്റെ കോർ മെറ്റീരിയൽ എന്ന് പറയുന്നത് അഡിനോ വൈറസ് ആണ്. അഡിനോ വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ആണ് അതിനകത്തുള്ളത്. പക്ഷേ സർഫസിൽ കംപ്ലീറ്റ് ഉള്ളത് SARS-CoV-2 പ്രോട്ടീൻ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ SARS-CoV-2 വൈറസ് ആയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ ഈ SARS-CoV-2 വൈറസിന് എഗെയിൻസ്റ്റ് ഉള്ള ആൻറ്റിബോഡി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെ കില്ല് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ SARS-CoV-2 വൈറസിന് എഗെയിൻസ്റ്റ് ഉള്ള ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. പിന്നീട് നമ്മൾ 14 ഡേയ്സിന് ശേഷം സെക്കൻഡ് ഡോസ് എടുക്കുന്ന സമയത്തും കൂടുതൽ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫ്യൂച്ചറിൽ ഈ SARS-CoV-2 വൈറസ് നമ്മളെ ഇൻഫെക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ആ ആൻറ്റിബോഡീസിന് ഈ SARS-CoV-2 വൈറസിനെ ഈസിയായി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നു. ഓക്കെ, അതിനെ ഈ വൈറസിനെ ഈസിയായി റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുന്നു. അങ്ങനെ അവരതിനെ കില്ല് ചെയ്യുന്നു. അങ്ങനെ ആ ആൻറ്റിബോഡീസിനെ അതിനെ കില്ല് ചെയ്യാൻ കഴിയുന്നു. ഇങ്ങനെയാണ് കോവിഷീൽഡ് വാക്സിൻ്റെ ആ ഒരു പ്രവർത്തനം. അപ്പോൾ ഇനി പറയാനുള്ളത് കോവിഷീൽഡ് വാക്സിൻ്റെ ഡോസിനെ കുറിച്ച്, അതിൻ്റെ എഫിക്കസിയെ കുറിച്ച്, സൈഡ് എഫക്ട്സിനെ കുറിച്ച്, ആർക്കൊക്കെ ഈ കോവിഷീൽഡ് വാക്സിൻ എടുക്കാം, അത്രയും കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. കോവിഷീൽഡ് വാക്സിൻ്റെ എഫിക്കസി ഏകദേശോളം 70.4% അതായത് ആദ്യത്തെ കോവിഷീൽഡ് വാക്സിൻ നമ്മൾ എടുക്കുന്ന സമയത്ത് 70% എഫിക്കസിയും രണ്ടാമത്തെ ഡോസ് കൂടെ എടുക്കുകയാണെങ്കിൽ അത് നിയർലി 90% വരെ വരുന്നു അതിൻ്റെ എഫിക്കസി എന്നുമാണ് സ്റ്റഡീസിൽ പറയുന്നത്. സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കോവിഷീൽഡ് വാക്സിൻ്റെ പ്രിപ്പറേഷനായി അഡിനോ വൈറസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അഡിനോ വൈറസ് കോസ് ചെയ്യുന്ന സൈഡ് എഫക്ട്സ് തന്നെയാണ് കോവിഷീൽഡ് വാക്സിൻ എടുത്താലും കാണുന്നത്. വാക്സിൻ എടുത്തു കഴിഞ്ഞ് 1-2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ പനിയും ജലദോഷവും ഉണ്ടായിരിക്കും, മേലുവേദന ഉണ്ടായിരിക്കും. ചുരുക്കം ചിലരിൽ മാത്രമാണ് ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി കാണുന്നത്. ഇത്രയാണ് കോവിഷീൽഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പൊതുവെ കാണുന്ന ചെറിയ ചില സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് ആരൊക്കെയാണ് ഈ ഒരു വാക്സിൻ എടുക്കേണ്ടാത്തത്. പ്രഗ്നന്റ് ആയതോ അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവരും വാക്സിൻ എടുക്കേണ്ട. വാക്സിനേഷന് ശേഷം ബിഫോർ ആൻഡ് ആഫ്റ്റർ 45 ഡേയ്സ് നിങ്ങൾ മദ്യപിക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വാക്സിൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. COVID-19 ഈ ഒരു മഹാമാരിയെ ചെറുക്കുന്നതിനുള്ള ഏറ്റവും നല്ല ആയുധം വാക്സിനേഷൻ തന്നെയാണ്. ആ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഒരിക്കലും വാക്സിൻ എടുക്കുന്നതിനെ നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. വാക്സിൻ എടുക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന സൈഡ് എഫക്ട്സ് ഈ വാക്സിൻ എടുക്കാതെ ഉണ്ടാവുന്ന ഭവിഷ്യത്തിനേക്കാൾ വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും എല്ലാവരും വാക്സിൻ എടുക്കുക. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെയും നമുക്ക് പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യവും ആയുസ്സും എല്ലാം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വാക്സിൻ അവിഭാജ്യമായ ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ നിർബന്ധമായും എല്ലാവരും വാക്സിൻ എടുക്കുക. താങ്ക്